രാജാസ് ഹോം ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടിരുന്നു, പക്ഷെ അതിന്റെ പ്ലാന്റ്സുകളൊന്നും ഇതുവരെ അയച്ചു തുടങ്ങിയില്ല. കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച മുതൽ ഞങ്ങളുടെ പ്ലാന്റ് അയച്ചു തുടങ്ങും. നമുക്ക് ഇന്ന് സെയിലിനായിട്ടുള്ള കുറച്ച് റോസിന് നമുക്ക് പരിചയപ്പെടാം. ആദ്യം ഒരു പീച്ച് കളറിലെ ഒരു റോസ് നമുക്ക് പരിചയപ്പെടാം. ക്രിക്കറി റോസ് ആണ്, അല്ലെങ്കിൽ ബട്ടൺ റോസ്. നിറച്ച് മൊട്ടും പൂവും ഉള്ള ഒരു പ്ലാന്റ് ആണ്. ഇതിന്റെ ലീഫ് വളരെ ചെറുതാണ്. ഒരുപാട് മൊട്ടുണ്ട് ഈ റോസിൽ. ഇത് നല്ല നിറച്ച് വലിയ കെയറിങ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റും കൂടിയാണിത്. ഇതിന്റെ റേറ്റ് 115 രൂപയാണ്. ഇനി നമുക്ക് അടുത്ത റോസിനെ പരിചയപ്പെടാം. അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് പീസ് ആൻഡ് ലവ് റോസ് ആണ്. എന്ത് ഭംഗി അതിന്റെ ഫ്ലവറും അതിന്റെ കളറും ഒക്കെ കാണാൻ. ഒരു പ്രത്യേക മോഡലാണ് അതിന്റെ ഫ്ലവറിന്. ഇതിന് 115 രൂപ തന്നെ ഇതിന്റെ റേറ്റ്. നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ബട്ടർഫ്ലൈ റോസ് ആണ്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ റോസ് ആണ്. ഇതും അങ്ങനെ തന്നെ ഒരു റോസിൽ തന്നെ ഒരുപാട് മൊട്ടുകളും പൂവായിട്ടുള്ള ഒരു റോസാണ്. വലിയ പ്ലാന്റുകളാണ്. ഞങ്ങളിത് ഇങ്ങനെ തറയിൽ വെച്ച് പിടിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അതിന്റെ സൈസ് മനസ്സിലാവാത്തത്. വലിയ പ്ലാന്റ് ആണ്. എടുത്ത് പൊക്കാനുള്ള ആരോഗ്യം നടുവിന് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ തറയിൽ വെച്ച് പിടിക്കുന്നത്. 115 രൂപയാണ്. അടുത്ത നല്ല കട്ട ഓറഞ്ച് ആണ്. അതാ ഇത് കണ്ട നല്ല വലിയ ഫ്ലവറും ആണ്. നല്ല ഇങ്ങനെ ഡാർക്ക് ഓറഞ്ച് റോസ് ആണ്. അതുപോലെ പ്ലാന്റ് നല്ല സൈസുള്ള പ്ലാന്റ് ആണ്. 120 രൂപയാണ് ഈ റോസിന്റെ റേറ്റ്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു റോസാണ്. അതായത് പിന്നെ നല്ല ഡാർക്ക് ഓറഞ്ചും യെല്ലോയും കൂടെ ചേർന്നിട്ടുള്ളത്. അത് വിരിയുമ്പോഴത്തേക്ക് കണ്ട അതിന്റെ വേറൊരു ഭംഗി. അത് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് വേറൊരു കളറാവും. അങ്ങനെ ഒരു പ്ലാന്റിൽ തന്നെ 3 ടൈപ്പായിട്ടാണ് നിൽക്കുന്നത്. ഭയങ്കര ഭംഗിയുള്ള ഒരു റോസാണ്. അധികം മെയിൻ്റനൻസും കൂടി ഇല്ലാത്തൊരു റോസാണ്. ഇതിന്റെ റേറ്റ് 120 രൂപ. ഇനി അടുത്തത് ഒരു ബട്ടർഫ്ലൈ റോസ് ആണ്. ഇത് നേരത്തെ കണ്ട കളറിൽ നിന്നും വ്യത്യാസമായ വേറൊരു കളറാണ്. ഇതിന്റെ റേറ്റ് 115 രൂപയാണ്. ഇതും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നിറച്ച് ഫ്ലവറും മൊട്ടും ഒക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണ്. ഇതുപോലെ നമ്മൾ നല്ല വളമൊക്കെ കൊടുത്ത് സംരക്ഷിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ പൂക്കുന്ന ഒരു റോസാണ്. ഇതിന്റെ റേറ്റ് 115 രൂപയാണ്. അടുത്തത് സെന്റിമെന്റൽ റോസ് ആണ്. അത് നേരത്തെ നമ്മൾ ആ പീസ് ഒരു ഓറഞ്ച് കണ്ടതുപോലെ തന്നെ, അതായത് ലൈറ്റ് പിങ്ക്, പിന്നെ ഡാർക്ക് പിങ്ക്, 3-ാം ദിവസം അത് നല്ല കട്ട പിങ്ക് ആയിട്ട് വരും. അതാണ് ഈ ഒരു റോസിന്റെ പ്രത്യേകത. ഈ റോസിനും 115 രൂപയാണ്. അടുത്തൊരു പിങ്ക് റോസാണ്. ലൈറ്റ് പിങ്ക്, നല്ലൊരു പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്ന ഒരു റോസാണ്. ഇത് കണ്ടാൽ പ്ലാസ്റ്റിക് എന്നേ തോന്നുള്ളൂ. അത്രയ്ക്കും പ്ലാന്റും അതുപോലെ നല്ല സൈസുള്ള പ്ലാന്റ് ആണ്. ഇതിന്റെ വലിയ ഫ്ലവറും ആണ്. ഇതിന്റെ റേറ്റ് 120 രൂപ. ഈ പ്ലാന്റ് ഒക്കെ നല്ലപോലെ വളം കൊടുത്ത് നല്ല രീതിക്ക് നല്ല സൺലൈറ്റ് ഒക്കെ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ പൂത്ത് വരുന്നതാണ്. അങ്ങനത്തെ റോസുകളാണ് ഇതെല്ലാം. ഇത് തമിഴ്നാടിന്റെ റോസുകളാണ്. ഇനി നമുക്ക് അടുത്ത റോസിനെ പരിചയപ്പെടാം. അടുത്ത എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്ന ഒരു ഡാർക്ക് റെഡ് റോസിന്റെ ഒരു വീഡിയോ ആണ്. പ്ലാന്റ് ഭയങ്കര വലുതാണ്. അതുപോലെ തന്നെ ഇതൊരു എന്താ ഡബിൾ പെറ്റൽ ചെമ്പരത്തി വിരിഞ്ഞ് നിൽക്കുന്ന പോലത്തെ റോസാണ്. താജ്മഹൽ റോസ് അല്ല, അത് വേറൊരു വെറൈറ്റിയാണ്. ഇതൊരു പ്രത്യേക പുതിയതായിട്ട് ഇപ്പൊ നമുക്ക് വന്ന റോസാണ്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയായിരുന്നു. ഇപ്പോഴും ഈ റോസ് കിട്ടിയിട്ടുണ്ട്. വലിയ വലിയ പ്ലാന്റ് ആണ്. 120 രൂപയാണ് റേറ്റ് ഇതിന്റെ. അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത് റെഡ് പിനാക്കിയോ റോസ് ആണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു റോസാണ്. ഇതും ഭയങ്കര ഡാർക്ക് റെഡ് ആണ്. പിന്നെ വലിയ മെയിൻ്റനൻസ് ഒന്നും വേണ്ടാത്ത ഒരു റോസും കൂടിയാണ്. എപ്പോഴും നിറച്ച് ഫ്ലവർ ഉള്ള ഒരു റോസും കൂടിയാണ് ഇത്. ഇതിന്റെ റേറ്റ് 115 രൂപ. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അഹല്യ റോസ് ആണ്.
ആലിയ റോസും ഇതുപോലെ വലിയ മെയിൻ്റനൻസ് ഒന്നും വേണ്ടാത്ത വലിയ നിറച്ച് വലുതല്ല നിറച്ച് ഫ്ലവർ പിടിക്കുന്ന ചെറിയ പൂക്കളോട് കൂടിയ റോസാണ് ഇത്. നമ്മൾ ഇതിന്റെ കമ്പ് വെട്ടി വെച്ചാലും പൊടിച്ച് കിട്ടുന്ന ഒരു റോസും കൂടിയാണ് ആഹല്യ റോസ്. ഇതിന്റെ റേറ്റും 115 രൂപ തന്നെയാണ്. അടുത്ത ബട്ടർഫ്ലൈ റോസിന്റെ കുറച്ചുകൂടെ വലിപ്പമുള്ള ഫ്ലവറിന്റെ ഒരു റോസാണ് ഇതും. ഇതിന്റെ റേറ്റ് 115 രൂപ. പ്ലാന്റ് നല്ല വലുതാണ്. ബട്ടർഫ്ലൈ റോസാണ്. ആ സാധാരണ ഉള്ള ബട്ടർഫ്ലൈ റോസിനേക്കാളും കുറച്ചുകൂടി വലിപ്പമുള്ള ഫ്ലവർ ഉള്ളത്. ഇതിന്റെ റേറ്റ് 115. ഇതാണ് അതിന്റെ വൈറ്റ്. പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പുതിയ പുതിയ ബ്രാഞ്ചുകളൊക്കെ ഉള്ള നല്ല റോസാണ്. ഇതൊരു വെറൈറ്റി കളർ റോസാണ്. ഒരു ലൈറ്റ് ഓറഞ്ച് ആണ്. ഓറഞ്ചും അല്ല ക്രീമും അല്ല, അങ്ങനത്തെ അല്ലാത്തൊരു കളറാണ്. അതിന്റെ ലീഫ് ഒരു റെഡ് കളറാണ് വരുന്നത്. ഈ റോസ് 115 രൂപയാണ്. ഇനി നമുക്ക് അടുത്ത റോസിനെ പരിചയപ്പെടാം. ഇതൊരു നല്ല ഓറഞ്ച് കളറ് ചെറിയ പൂവിന്റെ റോസാണ്. അതുപോലെ തന്നെ അതിൽ നിറച്ച് ഇതുപോലെ ചെറിയ പൂവായതുകൊണ്ട് ഒരുപാട് പൂക്കുന്ന റോസാണ് ഓറഞ്ച്. അതിന്റെ ലീഫും ഒരു വെറൈറ്റിയാണ്. ഒരു മെറൂൺ കളറായിട്ട് വരും. മറ്റേ നേരത്തെ കണ്ട പ്ലാന്റിന്റെ പോലെ തന്നെ ഒരു വ്യത്യാസമായിട്ടുള്ള ലീഫാണ്. അപ്പോൾ അതിന്റെ റേറ്റ് 115. ഇത് അതുപോലെ തന്നെ വലിയ ഫ്ലവറാണ്. താമരപ്പൂവിന്റെ അത്രയുള്ള ഒരു റോസാണ്. മനോഹരമായ അതിന് ആ പൂവിന് എന്തോ വണ്ട് കയറി വെട്ടിയിട്ടുണ്ട്, റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. പക്ഷെ നല്ല വലിയ ഫ്ലവറും ഒരു പ്രത്യേക ഷേപ്പിലുള്ള ഒരു ഫ്ലവറുള്ള പ്ലാന്റ് ആണ്. ഇതിന്റെ റേറ്റ് 120 രൂപ. അതുപോലെ തന്നെ നമ്മളെ ചന്ദന റോസ്, മാംഗോ യെല്ലോ, അങ്ങനെയുള്ള കുറേ റോസുകളും കൂടെ നമ്മളതിലുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് പ്ലാന്റ് അയച്ചു തരുന്നതാണ്. ഈ ആഴ്ച മുതൽ പ്ലാന്റ് നമ്മൾ സജീവമായിട്ട് അയച്ചു തുടങ്ങും. കുറച്ച് ദിവസം ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. പ്ലാന്റുകൾ അയക്കാനൊക്കെ കുറച്ച് താമസിച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ആഴ്ച മുതൽ നമ്മൾ തുടർച്ചയായിട്ട് പ്ലാന്റ് അയക്കും. നമ്മളെ പ്ലാന്റും നമ്മളെ റോസുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട്. ഒരു സബ്സ്ക്രൈബും കൂടി ചെയ്യണം. പിന്നെ എന്താണ്, ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത് നമ്മൾ ഓണം ഒക്കെ ആകുമ്പോഴത്തേക്ക് കുറേ നാടൻ റോസ്, ഈ നാടൻ റോസ് ഇപ്പം കൊണ്ടുവരണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഇപ്രാവശ്യം കിട്ടിയില്ല. ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് വെറൈറ്റി നാടൻ റോസുകൾ നമ്മൾ കൊണ്ടുവരുന്നതാണ്. ഓഫറിൽ നമ്മൾ തരുന്നതാണ്. അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യണം. ഒരുപാട് പേര് ഒത്തിരി നാടൻ റോസുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇപ്രാവശ്യം മഴയെ പ്രമാണിച്ച് വേറുള്ള പ്ലാന്റുകളൊന്നും എടുത്തിട്ടില്ല. പിന്നെ അതിനിടയിൽ നമ്മുടെ കയ്യിൽ റോസ്മേരി ഉണ്ട്, അത് പറയാൻ വിട്ടുപോയി.